ഹായ് ഫ്രണ്ട്സ്, ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ഏലക്ക, ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട ഇവ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. പേസ്റ്റ് ആകുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഇതായി വരും. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ കുറുമയിലേക്ക് നല്ലത്. അപ്പോൾ പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സവാള ഒന്ന് വഴന്നിട്ട് നല്ല സോഫ്റ്റായി വരണം, അതുവരെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായി ബ്രൗൺ കളറായി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഏകദേശം ഈ ഒരു പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു വലിയ പൊട്ടാറ്റോ, അതേപോലെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ, അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവുള്ളൂ. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ താഴെ പെപ്പർ പൗഡർ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ ഇതെല്ലാം കൂടെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, കൂടുതൽ ഇട്ട് കൊടുക്കരുത്, പൊടികളൊക്കെ കരിഞ്ഞു പോകും. നമ്മളിത് വെള്ളമൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് അതേപോലെ തന്നെ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ ഇങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇളക്കാതെ ഇരിക്കരുത്, അടിയിൽ പിടിക്കുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളിത് എരിവിന് പച്ചമുളകും പെപ്പർ പൗഡറും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല തിളച്ചിരിക്കണ വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിങ്ങനെ തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ ഇവിടെ ഇരുന്നിട്ട് അടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 5-6 കാഷ്യൂ കുതിർത്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത്. അതേപോലെ വേവിച്ചതിന് ശേഷം ഇങ്ങനെ തവിയിട്ടിട്ട് ഒരുപാട് മിക്സാക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ കൂടുതൽ വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഒരുപാട് കയ്യിലിട്ട് ഇളക്കിയിട്ട് നമ്മളിത് ഉടച്ചെടുക്കരുത്. അപ്പോൾ തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു വെള്ളം കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഇത് വെള്ളം കൂടില്ല കേട്ടോ. നമ്മൾ കാഷ്യൂ തേങ്ങയൊക്കെ അരച്ച് ഇത് നന്നായി തിളയൊക്കെ വരുമ്പോൾ നന്നായി കുറുകി വരും കേട്ടോ. ഇനി നമ്മുടെ ആ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, നമ്മുടെ തേങ്ങയുടെ ഇതൊക്കെ. അപ്പോൾ വെള്ളം ഒട്ടും കൂടുതലാവില്ല, ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ പേടിച്ചിട്ട് വെള്ളം ഒഴിക്കാണ്ടിരിക്കരുത്. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. തീ മീഡിയത്തിൽ മാത്രം വെക്കുക കേട്ടോ, കൂട്ടി വെക്കരുത്, അടിയിൽ പിടിക്കും. നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കാം, ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉപ്പ് കുറവുള്ളതിന് കുറച്ച് ഉപ്പും അതേപോലെ എരിവിന് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അതേപോലെ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതേപോലെ ഒന്ന് കുറുമ റെഡിയാക്കി നോക്കിട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക, നല്ല ടേസ്റ്റിയാണ്. അതേപോലെ നമുക്ക് കാഷ്യൂ ഇല്ലാച്ചെങ്കിലും തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അപ്പത്തിനാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.